അഡോളസൻസ് നെറ്റ്ഫ്ലിക്സിൽ ഇറങ്ങിയ ലേറ്റസ്റ്റ് ലിമിറ്റഡ് ആയ സീരീസ് ആണ്. 4 എപ്പിസോഡ് ഓരോ മണിക്കൂർ വീതം. കണ്ടു കഴിഞ്ഞപ്പോൾ ഏറ്റവും ആദ്യം പറയാൻ തോന്നിയത് ഈ ഒരു സീരീസിൽ ടെക്നിക്കൽ ഫിലിം മേക്കിംഗ് ബ്രില്യൻസിനെ പറ്റിയാണ്. പക്ഷെ അതിലും വലിയൊരു മോഡേൺ റിലവൻറ്റ് സബ്ജക്ട് ഈ ഒരു സീരീസ് സംസാരിക്കുന്നുണ്ട്. ഈ കാലത്തെ കുട്ടികളെ പറ്റി. നമ്മളൊക്കെ 10th-ലും 11th-ലും അറിഞ്ഞ കുറെ സെക്ഷുവൽ കാര്യങ്ങളും മോശമായ വാക്കുകളെല്ലാം ഇപ്പോഴത്തെ കുട്ടികൾ LKG മുതലേ പഠിച്ചു തുടങ്ങിയിരിക്കുകയാണ്. എനിക്കൊക്കെ പേഴ്സണൽ ഒരു ഫോൺ കിട്ടിയത് പോലും കോളേജിൽ കയറിയപ്പോഴാണ്. പക്ഷെ ഇപ്പോഴത്തെ കുട്ടികൾക്ക് ചെറുപ്പം മുതലേ ഫോൺ കാണിച്ചാണ് വളർത്തുന്നത്. സോ ദേ ആർ സോ മച്ച് ഇൻഫ്ലുവൻസ്ഡ് ബൈ സോഷ്യൽ മീഡിയയും ഇപ്പോഴത്തെ ഇൻഫ്ലുവൻസേഴ്സും ഇന്റർനെറ്റ് വഴി. നമ്മൾക്ക് ന്യൂസ് നോക്കുമ്പോഴേ കാണുന്നത് 12th-ലെ വിദ്യാർത്ഥി സ്വന്തം ക്ലാസ്മേറ്റിനെ റൂമിൽ പീഡിപ്പിച്ച കഥകളും ഇപ്പോഴത്തെ ജനറേഷൻ ഡ്രഗ്സ് അഡിക്റ്റഡ് ആയുള്ള കുറെ കാര്യങ്ങളൊക്കെയാണ്. സോ ഇപ്പോഴത്തെ കറന്റ് ജനറേഷനെ ചുറ്റിപ്പറ്റി നടക്കുന്ന ഒരു ക്രൈം ഇൻവെസ്റ്റിഗേഷൻ ഡ്രാമയാണ് അഡോളസൻസ്. വളരെ വളരെ ഡിസ്റ്റർബിംഗ് ആയ രീതിയിലും ഇന്റൻസ് ആയ രീതിയിലാണ് കഥ പറഞ്ഞിരിക്കുന്നത്. സ്റ്റീഫൻ ഗ്രാഹമും ജാക്ക് തോണും. ഈ സ്റ്റീഫൻ ഗ്രഹാം ഇതിലെ ഒരു മേജർ റോൾ പ്ലേ ചെയ്തിട്ടുണ്ട്. അത് നല്ല വെടിപ്പായിട്ട് തന്നെ അച്ഛന്റെ വേഷം കൈകാര്യം ചെയ്തിട്ടുണ്ട്. ആ ഒരു ദേഷ്യം, വിഷമം എല്ലാം നന്നായിരുന്നു. വി വിൽ റിയലി ഫീൽ ഫോർ ദ ക്യാരക്ടർ. ഒരു കൊച്ച് കൊലപാതകം ചെയ്തു കഴിഞ്ഞാൽ നടക്കുന്ന പോലീസ് പ്രൊസീജിയേഴ്സും സീക്വൻസുകളും ഈവൻസുമാണ് ഈ നറേഷനോട് പറഞ്ഞു പോകുന്നത്. അതും വളരെ ഒറിജിനാലിറ്റി ഉള്ള രീതിയിലാണ് കാണിച്ചു തന്നിരിക്കുന്നത്. നമുക്ക് ആ ഒറിജിനാലിറ്റി ഫീൽ ചെയ്യാനുള്ള ഏറ്റവും വലിയ റീസൺ ഇതിന്റെ മാസ്റ്റർ ക്ലാസ് എക്സിക്യൂഷൻ ആണ് ബൈ ഫിലിപ്പ് ബാരന്റീനി. നമ്മൾ ടിപ്പിക്കലി കാണുന്ന രീതിയിലല്ല കഥ പറഞ്ഞിരിക്കുന്നത്. ഈച്ച് ആൻഡ് എവറി എപ്പിസോഡ് ഒറ്റ ഷോട്ടിലാണ് എടുത്തു വെച്ചിരിക്കുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കിയും 10-20 മിനിറ്റ് പോലും ഒറ്റ ഷോട്ട് എടുക്കാൻ നമ്മൾ ഭയങ്കരമായിട്ട് ഹാർഡ് വർക്ക് ആണ്. അത്ര ഡെഡിക്കേഷൻ വേണം. അപ്പൊ ഒന്ന് ആലോചിക്കും, ഒരു മണിക്കൂർ എങ്ങനെയാ? 4 എപ്പിസോഡ് ഓരോ മണിക്കൂർ. അൺബിലീവബിൾ ആണ്. ആ ഒരു ഡെഡിക്കേഷൻ, ഹാർഡ് വർക്ക്, എഫേർട്ട് എല്ലാം എവിഡന്റ് ആണ്. ബെസ്റ്റ് റിസൾട്ട് ആണ് കൊടുത്തിരിക്കുന്നത്. അതല്ലാണ്ടും ഇതിലെ ഈച്ച് ആൻഡ് എവറി ആക്ടേഴ്സ്, അവരുടെ പെർഫോമൻസ്, അവർ എത്ര റീടേക്കുകൾ, എത്ര റിഹേഴ്സൽസ് പോയിട്ടുണ്ടാവും. എല്ലാം ബ്രില്യൻ വർക്ക് തന്നെ കംപ്ലീറ്റ്ലി. ഇതില് ഓവൻ കൂപ്പർ എന്നൊരു ടീനേജർ ആണ് മെയിൻ ലീഡ് പ്ലേ ചെയ്തിരിക്കുന്നത്. ഡെബ്യൂ കൂടെ ആണ് ഈ ഒരു സീരീസ്. ആൻഡ് ഫസ്റ്റ് ഈ ഒരു സീരീസിൽ ഷൂട്ട് ചെയ്തിരിക്കുന്നത് ഇതിന്റെ 3rd എപ്പിസോഡാണ്. സോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു പയ്യൻ സെറ്റ് വന്നിട്ട് ഏറ്റവും ആദ്യം ഷൂട്ട് ചെയ്യുന്നത് ഇതിൽ ഒറ്റ ഷോട്ടുള്ള തേർഡ് എപ്പിസോഡാണ്. ആ ഒരു 3rd എപ്പിസോഡ് നിങ്ങൾ കാണണം. നിങ്ങൾ ഞെട്ടും, നിങ്ങൾ പേടിക്കും. ആ ഒരു ഡെബ്യൂ ചെക്കനാണ് ഇത് അഭിനയിക്കണമെന്ന് വിശ്വസിക്കില്ല. അത്രയും ഒരു റെയർ ടാലന്റ് തന്നെയായിരുന്നു ഓവർ കൂപ്പറിന്റെ ഇതിലെ പെർഫോമൻസ്. കൂടെ എറിൻ ഡോഹർട്ടി എന്നൊരു ആക്ട്രസ് കൂടെ ഉണ്ടായി. ആ ഒരു എറിൻ ഡോഹർട്ടിയുടെ ക്യാരക്ടറിന് തോന്നുന്ന ആ ഒരു പേടി എല്ലാം നമുക്കും പേഴ്സണലി ഫീൽ ചെയ്യും. ആ ഒരു ചിൽസ് ഫീൽ ചെയ്യും. ബ്രില്യന്റ് എപ്പിസോഡും ബ്രില്യന്റ് പെർഫോമൻസും. അതുപോലെ തന്നെ ബാക്കി എവറി ഹോൾ കാസ്റ്റ് അടിപൊളിയായിരുന്നു. ഓവന്റെ ഫാമിലിയിൽ അഭിനയിച്ച ഈച്ച് ആൻഡ് എവറി ക്യാരക്ടേഴ്സ് ആണെങ്കിലും ഓവന്റെ ഫ്രണ്ട്സ്, പിന്നെ അതിലെ പോലീസ് ഓഫീസേഴ്സ് എല്ലാവരും വളരെ നന്നായിട്ട് ചെയ്തിട്ടുണ്ടായി. ആ ഒരു ഫിലിപ്പ് ബാരന്റീനിയുടെ ആ ഒരു വിഷൻ പൂർത്തിയാകാൻ വേണ്ടി ഈച്ച് ആൻഡ് എവറി എല്ലാവരും കംപ്ലീറ്റ് എഫേർട്ട് എടുത്തിട്ടുണ്ട്. ആ എല്ലാ എഫേർട്ട് എവിഡന്റ് ആണ്. എസ്പെഷ്യലി ഇതിലെ സിനിമാറ്റോഗ്രാഫർ മാത്യു ലൂയിസ് ഒരു രക്ഷയില്ലാത്ത ക്യാമറ വർക്ക് ആണ് ചെയ്തിരിക്കുന്നത്. ദിസ് സീരീസ് വിൽ ബി റിമെമ്പർഡ് ഫോർ ഇയേഴ്സ് ഫോർ ദ ടെക്നിക്കൽ ബ്രില്യൻസ്, മാസ്റ്റർ പീസ് ഫിൽം മേക്കിംഗ് ആൻഡ് ദ പെർഫോമൻസ്. ഈ ഒരു സീരീസ് കണ്ടു കഴിയുമ്പോൾ നമുക്കൊരു പ്രത്യേക സങ്കടം ഉണ്ടാവും, ഒരു പ്രത്യേക ഒരു സിറ്റുവേഷൻ ആലോചിച്ചുകൊണ്ട്. ഏതായാലും ഒറ്റ സ്ട്രെച്ചിൽ കാണാൻ പറ്റിയ ഒരു അടിപൊളി എൻഗേജിങ് സീരീസ് ആണ് അഡോളസൻസ്. എത്ര പെട്ടെന്ന് തന്നെ കാണുക.